എന്നാ പറയണ്ട, പുതിയ ആരും കാണാത്ത ചൂര മീൻ. അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം ഈ മാർക്കറ്റിൽ പോയി ചൂരയും കിളിമീനും വാങ്ങിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, കണ്ടില്ലേ ഒന്ന് പോയി കാണുക. അപ്പൊ ആ കൂടെ നമ്മൾ മേടിച്ച ചൂര അതെ നല്ല ഫ്രഷ് ചൂര മേടിച്ചപ്പോ ഫ്രഷ് ആയിരുന്നു. ഫ്രിഡ്ജ് വെച്ചിട്ട് ഒരു അപ്പൊ നമ്മൾ ഇന്ന് ഇതിനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പോവാണ്. ഇന്ന് ഇവരാണ് നമ്മുടെ അര. അപ്പൊ ഇതിനെ വെച്ച് എന്നാ നമ്മള് ചെയ്യുന്നത്, ഇങ്ങനെ അടുപ്പിച്ചു വെക്ക്. അപ്പൊ ഇന്ന് നമ്മൾ ഇവനെ ഫോയിൽ പേപ്പറിനകത്ത് വെച്ച്, ഫോയിൽ പേപ്പറിനകത്ത് വെച്ചാൽ ചുടത്തില്ല, ചുട്ടു വരത്തില്ല. ഫോയിൽ പേപ്പറിനകത്ത് പൊതിഞ്ഞു വെച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ഐറ്റം ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഇവനെ വെട്ടിയെടുക്കാം. ഈ യൂട്യൂബിന്റെ പേരും പറഞ്ഞ് വീട്ടിലെ മീൻവെട്ട ഞാനാ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്. നല്ലതാ. കറക്കിടാൻ എത്ര ഉപ്പ് എടുക്കുന്നുണ്ട് തന്നെയാണ്. വെള്ളം ആക്ടിങ് അഭിനയം നടന സിംഹം. അടുത്ത ഓസ്കാർ വാങ്ങിക്കാനുള്ള ഒരു മീൻവെട്ടീന് ഒരു മീൻ വെട്ടാൻ ഇത്രയും കഷ്ടപ്പെടേണ്ട കാര്യമുണ്ടോ? അങ്ങനെ നമ്മൾ മീനൊക്കെ വെട്ടി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മളിപ്പം നമ്മുടെ മീനിന് വേണ്ട മസാല, സ്പെഷ്യൽ മസാല ഇതുവരെ ആരും ചെയ്യാത്ത സാധനമാണ്. അതെ, ഇതിന് പേരിട്ടിട്ടുണ്ട്, ചെട്ടിനാട് ചൂര. ചെട്ടിനാട് ചൂരയും കപ്പയും, അതാണ് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ. മൊത്തം പച്ച കളറാണ്. എരിവിനടക്കം എരിവ്, പച്ച കുരുമുളക്, പച്ചമുളക്, പിന്നെ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി എടുക്കാം. അതായത് ബ്രിട്ടോസിന്റെ സ്പെഷ്യൽ ഗ്രേവിയാ. എടുത്തേ വെറുതെ തുണ്ടം പുഴുങ്ങാനാണ് മറ്റേ നമ്മളന്ന് ഉണ്ടാക്കിയാലും ഉണ്ടാക്കാനാണ്. കുറച്ച് മറ്റേ പോലെ ഉണ്ടാക്കല്ലേ, അതാകുമ്പോ വെറുതെ ആകുമ്പോ ഇതിന്റെ ടേസ്റ്റ് കിട്ടിയല്ല, വെറുതെ കപ്പപ്പോലിരിക്കും. അല്ലെ നമ്മൾ രണ്ടാമത് ഈ സാധനം ഉണ്ടാക്കേണ്ടി വരും. മറ്റേ ഡോറാബുജി തുണ്ടം പുഴുങ്ങണോ അതോ എന്നാ പറഞ്ഞ, നീ വേറെ പറഞ്ഞ പുഴുക്ക് പോലെ ഉണ്ടാക്കണം. പുഴുക്ക് പുഴുക്ക് ഉണ്ടാക്കിയാ പോരെ. അതിന് കുറച്ച് കടുക് താളിച്ചങ്ങ് ഇട്ടാൽ മതി, വേറെ ചെയ്യുന്നില്ല. അപ്പം എന്തേ കഥയൊക്കെ പറഞ്ഞ് ഞങ്ങളിത് അരിഞ്ഞ് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് പേസ്റ്റാക്കി എടുക്കണം. നമ്മളിതിനകത്ത് പൊടികളൊന്നും ചേർക്കുന്നില്ല. അതാണ് നമ്മുടെ ഇന്നത്തെ ഫിഷ് ഗ്രില്ലിന്റെ പ്രത്യേകത. ഗ്രില്ലല്ല, നമ്മൾ ഫോയിൽ പേപ്പറിനകത്ത് വാഴയിലക്കകത്തൊക്കെ വെച്ച് പൊതിഞ്ഞിട്ട് അടിയിട്ട് തീ കത്തിയും. അതാണ് സംഭവം. അപ്പം പിന്നെ ഇതിനകത്ത് പൊടികളില്ല, മുളക് പൊടി ചേർക്കുന്നില്ല. എരിവിന് കുരുമുളകും പച്ചമുളകും, ഉപ്പ് ചേർക്കുന്നുണ്ട്. അത് പിടിച്ച ചിലപ്പോ നിറച്ചു പോകും. അപ്പൊ നമ്മള് മസാല സെറ്റാക്കി നമ്മളിവന് ആദ്യം കത്തി നല്ല വെച്ചിട്ടാണ് പരിപാടി. ഓക്കെ, അപ്പൊ നമ്മുടെ പേര് മറന്നു പോയല്ലോ, ചൂര ചെട്ടിനാട്. ചൂര ചെട്ടിനാട് മസാല കാണിച്ചു തരാം. ഇതാണ് ബുട്ടോസിന്റെ ചൂര ചെട്ടിനാട് മസാല. ചിക്കൻ ചെട്ടിനാട് എന്ന് പറഞ്ഞ സാധനം അടിച്ചു വരി ഗൈസ്. മസാല ഇവനെ നമ്മൾ ഇങ്ങനെ സെറ്റാക്കി എടുക്കണം. അപ്പൊ നമ്മുടെ മസാല ഒക്കെ നമ്മൾ നല്ല മീനെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ബാക്കി വരുന്ന മസാല ഇങ്ങോട്ട് തന്നെ ഇട്ടേക്കാം.
നമ്മളെ വാഴയില വാട്ടിയതെടുത്തു. ഇവിടെ ഒരു പൂരപ്പുറമ്പായിട്ടുണ്ട്. ആ മേളിൽ തന്നെ വെച്ചാൽ തേച്ച് പിടിപ്പിക്കണം കറക്റ്റായിട്ടേ. അന്ന് ക്ലിയർ ചെയ്ത് വെച്ചാൽ മതി. അപ്പം നമ്മൾ ഇനി ഇത് വാഴയില പൊതിഞ്ഞ് ഇതാണ് വാട്ടിയത്. പാല് വെളി വന്നു. എന്ത് വാട്ടി വെച്ചേക്കുവാ? ഇച്ചിരി മാറ്റി കെട്ടാം. ഓക്കെ, എനിക്കണ്ട നമ്മൾ പ്രൊട്ടക്ഷന് വേണ്ടി 2 വാഴയില ഇടുന്നതായിരിക്കും. അവിടെയും പൊട്ടി. അപ്പം നമ്മൾ വാഴയിലയിൽ പൊതിഞ്ഞു. ഇനി നമുക്കിത് ഫോയിൽ പേപ്പറിനകത്ത് പൊതിയാം. കീറിപ്പോയി. പുരസ്കാരം എന്താ വലിയ പുരസ്കാരം കിട്ടിയല്ലേ. അപ്പൊ നമ്മുടേത് ഇത് കുപ്പിയല്ല, ഇത് ട്രോഫിയല്ല, ഇതാണ് നമ്മുടെ ചൂര. ഇത് നമ്മളിതിന് തീയിലിടാൻ പോവാണ്. ഏതൊരു സിനിമയിൽ പറഞ്ഞിട്ടാണ് മറന്നുപോയി. ഡെവിൻ കാർലോസ് പടവിൽ. ഗായ്സ് തീയിട്ടിരിക്കുകയാണ്. ആ ഫണ്ടി മാറ്റി വെച്ചത് ഞാൻ അത് കത്തിപ്പോയി. നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട്. മീൻ റെഡിയായി. നമുക്കിത് മാറ്റി എടുക്കാം. യെസ്, ഇത് അൺബോക്സ്. ഇനി അടുത്ത അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഗൈസ് നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട്. നമ്മളിത് അൺബോക്സ് ചെയ്യാൻ പോവാണ്. നമുക്ക് വേണം ബുദ്ധിമുട്ടില്ല. ഇത് തുറക്കുന്ന എനിക്ക് ചൂട്, എനിക്ക് ചൂടൊട്ടും പറ്റില്ല. പോയി ഇതിന് മീനൊന്നും നോക്കാനില്ല. ഇവിടെയാണ് എല്ലായിടത്തും ഉടാക്കി വെച്ചേക്കുക. നാക്രാന്തം പോലത്തെ കൈയെടുത്ത് വെച്ചേക്കരുത്, പൊള്ളി നാശമാവും. ഗൈസ്, അപ്പം എന്തേ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. ഇത് കണ്ടോ, അതിൻ്റെ കളറ് കണ്ടോ, ഒരു വെറൈറ്റി കളറ്. എന്തിട്ടുണ്ട് ഇങ്ങനെ കാണിച്ചിട്ട്. കൊള്ളാം, തമാശ പറഞ്ഞല്ല, കഴിച്ചു നോക്ക്. ചൂടല്ലേ? അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. മസാല വേണം. ഓ, മുള്ളു, രണ്ടാമത്തെ മുള്ളു തൊണ്ടേ കുടിക്കും. നല്ല നല്ല അടിപൊളിയാ. മുഖം കാണിക്കണ്ട, എക്സ്പ്രഷൻ കാണിക്കും. ഗൈസ്, നമ്മൾ ആ പരീക്ഷണം വിജയിച്ചു. ഗൈസ്, അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവർക്ക് അത്ര പിടിച്ചിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ തമ്പനിയിൽ എടുക്കാൻ വേണ്ടി കുറച്ച് എടുത്തിരുന്ന ഗ്യാപ്പ് എടുത്തു. കപ്പിട്ട് രാവിലെ ഒരു മുള്ളു ഒന്നേ കുടിങ്ങിട്ട് ഇതുണ്ടോ. അപ്പോൾ ഞങ്ങളെ ഈ വീഡിയോ ചേർത്താണ് ഒരു മിക്സ്ഡ് ഫീലിങ് അല്ലേ. എനിക്കിഷ്ടപ്പെട്ട്, എനിക്ക് കുഴപ്പമൊന്നും തോന്നിയില്ല. ബിട്ടോസിന് ഹാഫ് ഇഷ്ടപ്പെട്ടു, ഹരീഷ്മക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഞങ്ങൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. എന്തായാലും ഒരു വെറൈറ്റി ടേസ്റ്റാണ്. നമ്മൾ ഇത്ര നാളും ട്രൈ ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഒരു വെറൈറ്റി ആയിരുന്നു. അപ്പോൾ എന്തായാലും ഞങ്ങൾ കഴിച്ചു തീർക്കട്ടെ. അടുത്ത വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ബൈ. Stop recording.